2024 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എനർജി കൺവേർഷൻ ഇൻ എ സൈക്കിൾ ഡൈനാമോ. സൈക്കിൾ ഡൈനാമോയിലെ ഊർജ്ജമാറ്റം, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി തീരുന്നു. Second question, quantity of heat developed in a current carrying conductor which works in accordance with Joule's law. Joule's law കറക്റ്റ് ഇക്വേഷൻ എഴുതാം. ജൂൾ നിയമത്തിൻ്റെ ശരിയായ ഇക്വേഷൻ H=I²RT. സി ആണ് കറക്റ്റ് ആൻസർ. H=I²RT. Third question, two resistors with resistance R1 and R2 are connected in parallel. If the effective resistance is R, then ഇതിൽ കറക്റ്റ് ആൻസർ R1 R2 സമാന്തരമായി കണക്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ ഇതാണ് വരിക, സി ആണ് വരിക. 1/R = 1/R1 + 1/R2. ഫോർത്ത് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ മാഗ്നറ്റിക് നീഡിലും കറണ്ട് ക്യാരിങ് കണ്ടക്ടറും അറേഞ്ച് ചെയ്താൽ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ ടു ബി കറണ്ട് പോകുമ്പോൾ ആൻറ്റി ക്ലോക്കാണ്, അത് സി ആണ്. ബി ടു എ കറണ്ട് പോകുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, അത് ഡി ആണ്. ഫിഗർ ടു ദ നീഡിൽ ഇൻ ദ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സി ഡി ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ, സി ഡി. Fifth question, the electric energy consumed by an electric appliance in unit time is known as. Electric energy in unit time എന്ന് പറഞ്ഞാൽ അതാണ് പവർ. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. LED light emitting diode ആണ്. Name the part in an LED bulb which is close to the base unit and can absorb heat. Heat sink ആണത്. ആ പേരിൽ തന്നെ നമുക്ക് ഹീറ്റ് എന്നുള്ളൊരു സംഭവം അറിയാൻ പറ്റും. ഹീറ്റ് സിങ്ക്. റൈറ്റ് ഡൗൺ ടു അഡ്വാൻറ്റേജസ് ഓഫ് LED ബൾബ്. LED ബൾബിൻ്റെ ഏതിൽ രണ്ട് അഡ്വാൻറ്റേജ് എഴുതാം. ലോ പവർ, അതുപോലെ ഹൈ എഫിഷ്യൻസി, ലോങ് ലൈഫ്. കുറഞ്ഞ പവർ മതി, കൂടുതൽ ആയുസ് ഉണ്ട്, കാര്യക്ഷമത ഉണ്ട്, നോ പൊല്യൂഷൻ, നോ മെർക്കുറി, നോ പൊല്യൂഷൻ, നോ ഫിലമെൻറ്റ്, നോ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. മെർക്കുറി ഇല്ലാത്ത കാരണം മലിനീകരണമില്ല, ഫിലമെൻ്റ് ഇല്ലാത്ത കാരണം താപനഷ്ടത്തിലൂടെയുള്ള ഊർജ്ജ നഷ്ടമില്ല, താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടമില്ല. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 264 ohm ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് 5 ampere to 20 volt. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചാൽ മതി. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ മുകളിൽ വോൾട്ടേജാണ് എഴുതേണ്ടത്, 220 വോൾട്ടേജാണ് മുകളിൽ എഴുതേണ്ടത്. താഴെ കറണ്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടാം 220/5 ചെയ്യാം, 220/4 ചെയ്യാം. 220/5 എന്നുള്ളത് 44 ആണ്. 44 കിട്ടണം. 44 കിട്ടാൻ വേണ്ടി 264ൻ്റെ എത്ര എണ്ണം അപ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. 264 / 44 ചെയ്താൽ മതി. 264 തന്നിട്ടുണ്ട് ഇവിടെ ഈ ട്രയാങ്കിളിൽ നമുക്ക് 44 ആണ് റെസിസ്റ്റൻസ് വരേണ്ടത്. അപ്പോൾ എത്ര എണ്ണം കണക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ആൻസർ 6 വരാം. ഇതിൻ്റെ ആൻസർ 6 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the direction of magnetic field around a current carrying conductor. ഇത് നമുക്ക് അതിൽ നോക്കിയിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എ ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എയുടെ ഭാഗത്തേക്കല്ല, ബിയുടെ ഭാഗത്തേക്ക്. എ ടു ബി ആണ് പോകുന്നത്, അപ്പോഴാണ് ഇങ്ങനെ കിട്ടുക. എ ടു ബി കറണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ എ ടു ബി ആണ് കറണ്ട് പോകുന്നത്. പിന്നെ വിച്ച് റൂള്, ഏത് റൂളെന്നാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. വലത് കൈ പെരുവിരൽ നിയമമാണ് ഇതിൻ്റെ റൂള് വരിക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ.
വലത് കൈ പെരുവിരൽ നിയമമാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സേഫ്റ്റി ഫ്യൂസ് ഇസ് എ ഡിവൈസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അത് സേഫ്റ്റി ഫ്യൂസ് ഇസ് മെയ്ഡ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, അലൈ ഓഫ് ടിൻ ഓൺ ലെഡ്. ടിന്നിൻ്റെ ലെഡിൻ്റെ ലോഹസങ്കരം കൊണ്ടാണ് സേഫ്റ്റി ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത്. ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, കുറഞ്ഞ ദ്രവണാങ്കാണ്. വെൻ കറണ്ട് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. കറണ്ട് കൂടുമ്പോൾ താപം കൂടും. ഫ്യൂസ് വയർ മെൽറ്റ്സ്, ഫ്യൂസ് വയർ ഉരുകും. സർക്യൂട്ട് ബ്രേക്സ്, സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. ഇതാണ് അതിൻ്റെ പ്രവർത്തന തത്വം. അത് വളരെ ഈസി ക്വസ്റ്റ്യനാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇത് വരയ്ക്കേണ്ടതുണ്ട്, മറ്റേ വിത്ത് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം, വിത്ത് ഡയറക്ഷൻ വരയ്ക്കണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ബാറ്ററി കണക്ഷനല്ല ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റിൽ കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ആ ഡയറക്ഷനിലല്ല വരയ്ക്കേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്. ഇത് ഇങ്ങോട്ടും വരയ്ക്കണം, ഇത് ഇങ്ങോട്ടും വരയ്ക്കണം. അത് റൗണ്ട് വരച്ചിട്ട് ഇങ്ങോട്ട് ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ റൗണ്ട് വരച്ചിട്ട് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. കാരണം ബാറ്ററി ഇവിടെ പോസിറ്റീവും നെഗറ്റീവാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും, അപ്പോൾ അവിടെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഡയറക്ഷൻ വരാം, അത് വരയ്ക്കേണ്ടതുണ്ട്. പിന്നെ 11th ക്വസ്റ്റ്യൻ. 1000 വാട്ട് ഇലക്ട്രിക് ഹീറ്ററാണ്, 230 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ വിച്ച് ഓഫ് ഫോളോയിങ് ഷുഡ് ബി ദ ആംപെയറേജ്. ആംപെയറേജ് എത്രയാണെന്നാണ്. ആംപെയറേജ് എന്ന് പറഞ്ഞാൽ W/V ആണ്, വാട്ട് ബൈ വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് 1000നെ 220 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 4.54 കിട്ടാം. 4.55 ഒക്കെ കിട്ടും. അപ്പോൾ ആംപെയറേജ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ 5 ആംപെയറാണ് ഇടേണ്ടത്. നമ്മൾ ആംപെയറേജ് ഇടുമ്പോൾ കറക്റ്റ് ആംപെയർ അല്ല ഇടുക, കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും. 5 ആംപെയറാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അത് ആംപെയറേജ്. ഇപ്പോൾ നമ്മൾ വയറിടുമ്പോൾ ആംപെയറേജ് നോക്കിയിട്ട് വയറിടുമ്പോൾ അതിൻ്റെ നോർമൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ശരിയായി പ്രവർത്തിക്കാൻ ഒരല്പം ആംപെയറേജ് കൂട്ടിയിടുക വേണ്ടത്. അതാണ് അഭിമാന്യം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻക്രീസ് ദ ആംപെയറേജ് എ ലിറ്റിൽ ബിറ്റ് ഫോർ നോർമൽ ഓപ്പറേഷൻ. അതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ബി ദ കണ്ടക്ടർ AB മൂവ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. നിങ്ങൾക്കറിയാം ബാറ്ററി മുകളിൽ പോസിറ്റീവ് ഈ ഭാഗത്താണ്. അപ്പോൾ ഇത് ഔട്ട് സൈഡാണ് വരിക. ഇത് ഔട്ട് സൈഡാണ് വരിക. ഇൻ ടു ദ മാഗ്നറ്റാണോ ഔട്ട് ഫ്രം ദ മാഗ്നറ്റാണോ? ഔട്ടാണ് ഇത് പോവാൻ. ആ ബാറ്ററി നോക്കണത് ഇവിടെ നെഗറ്റീവ് വന്നാൽ ഇൻസൈഡ് പോവും, ഇവിടെ പോസിറ്റീവ് വന്നാൽ ഔട്ട് സൈഡ് അപ്പോൾ. വിച്ച് ഈസ് ദ റൂൾ. ഇത് ഏത് റൂളാണെന്നാണ് നമുക്കറിയാം. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇതിൽ വരിക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. കാരണം ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് കണ്ടക്ടർ മൂവ് ആവുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് കണ്ടക്ടർ മൂവ് ആവുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയാം. ഹോൾഡ് യുവർ forefinger, middle finger and thumb in mutually perpendicular direction. If the forefinger gives the direction of magnetic field, middle finger gives the direction of current, then thumb gives the direction of motion of conductor. ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ, നടുവിരൽ, തള്ളവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തികമണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ കറണ്ടിൻ്റെ ദിശയിലുമാണെങ്കിൽ തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയിലായിരിക്കും. അത് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അവിടെ വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ലാംപ്സ്, വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ്. ഇതിലാദ്യം ഓർഡറായിട്ട് എഴുതാനാണ്. ഒന്നാമത് വേണ്ടത് ഹൈ വോൾട്ടേജ്, ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹൈ വോൾട്ടേജ്, ഉയർന്ന വോൾട്ടേജ്, ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും. അതായത് തന്മാത്രകളുടെ ഊർജ്ജം കൂടും. അപ്പോൾ ഇത് റേഡിയേറ്റഡ് ആവും. ഈ എനർജി ലൈറ്റായിട്ട് റേഡിയേറ്റ്. ഇതാണ് കറക്റ്റ് ഓർഡർ കേട്ടോ. ആദ്യം വരേണ്ടത് ഹൈ പൊട്ട 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്. ഈ ഓർഡറിലാണ് വരേണ്ടത്. ഇനി മാച്ച് ടു ഫോളോയിങ്. AC ജനറേറ്ററിൻ്റെ AC ഇതാണ്, അത് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ആണ്. DC ജനറേറ്ററിൻ്റെ ഇതാണ്, അതിന് ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് EMF ഇൻക്രീസിങ് ഡിക്രീസിങ്. ബാറ്ററി DC ഇതാണ്, അത് EMF സ്റ്റഡി ആയിരിക്കും. ഇനി 15th ക്വസ്റ്റ്യൻ.
ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ്, പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 1/4 പ്ലസ് 1/6 കൊടുക്കാം. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് 12 ആക്കാം. ഇവിടെ 6 കൊടുത്തു, അപ്പോൾ മുകളിൽ 6 വന്നു. 3 കൊടുത്തു, അപ്പോൾ മുകളിൽ 3 വന്നു. ഇവിടെ 2 കൊടുത്തു, മുകളിൽ 2 വന്നു. ഇവിടെ നമുക്ക് മുകളിൽ 6 പ്ലസ് 3 പ്ലസ് 2, അടിയിൽ 12. അപ്പോൾ ടോട്ടലി നമുക്ക് 11/12 കിട്ടാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 12/11 ഡിവൈഡ് ചെയ്യണം. 12/11 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.09 ആണ് ആൻസർ കിട്ടുക. 1.09 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുക. 1.09 ഓം ആണ് ആൻസറായിട്ട് കിട്ടുക. ഇനി ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. കറണ്ട് കാണാം, സർക്യൂട്ടിൽ കറണ്ട് കാണാം. കറണ്ട് വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ട്രയാങ്കിളിൽ പോകണം. വോൾട്ടേജ് 6 ആണ്. അതുപോലെ ഇത് നമുക്ക് 1.09 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടും. 6 ഡിവൈഡഡ് ബൈ 1.09 5.5 കിട്ടും. 5.5. അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വെൻ 4 ohm റെസിസ്റ്റർ ഈസ് റിമൂവ്ഡ്? 4 ohm മാറ്റിയാൽ എത്ര കിട്ടാനാണ്? 4 ohm മാറ്റിയാൽ 1/2 പ്ലസ് 1/6 ആവും. അപ്പോൾ നമുക്ക് 6 ആക്കിയാൽ മതി. 2ൽ 6 ഉണ്ട്, അപ്പോൾ മുകളിൽ 3 കൊടുക്കാം. അപ്പോൾ 3 + 1/6 കിട്ടും. അപ്പോൾ 4/6 കിട്ടും. അപ്പോൾ 6/4 കണ്ടാൽ മതി. 6/4 കാണുമ്പോൾ 1.5. ഇവിടെ 1.5 ആവും. ഏത് ഈ റെസിസ്റ്റൻസ് 1.5 ആവും. അപ്പോൾ കറണ്ട് എത്രയാണ് ചോദ്യം? റെസിസ്റ്റൻസ് നമുക്ക് 1.5 കിട്ടി. സിക്സ് ബൈ 1.5 4 കിട്ടും. ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എവിടെ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് 1.5 കിട്ടി. അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. കറണ്ട് 4 ആവും. കറണ്ട് മാറി, കറണ്ട് 4 ആയി. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? ലാസ്റ്റ് നോക്കിയത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ഇവിടെ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് കോയിൽ. ഓരോ കോയിലത്ത് കറണ്ട് കാണും. നമുക്ക് ട്രയാങ്കിൾ വരച്ച് നോക്കാവുന്നേ ഉള്ളൂ. ട്രയാങ്കിൾ വരയ്ക്കാം. വോൾട്ടേജ് മുകളിൽ 230 ആണ്, ഫിക്സഡാണ്. അപ്പോൾ ഇവിടെ 115 കൊടുത്താൽ ഇത് വോൾട്ടേജാണ്, ഇത് ഓമാണ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാം. 2 കിട്ടും. 2 ആമ്പയറാണ് 115. ഇവിടെ നമുക്ക് കറണ്ട് 2 ആമ്പയർ കിട്ടും. 115 2 ആമ്പയർ കിട്ടി. ഇനി അടുത്ത് മാറ്റി കൊടുക്കാം. അടുത്ത് 46 ഓമിൻ്റെ കൊടുക്കാം, 46 ഓമിൻ്റെ കൊടുക്കാം. അപ്പോൾ 230/45 കിട്ടും. 5 ആമ്പയർ കിട്ടും. If current flows through circuit for 5 minutes, which coil gets heated? അപ്പോൾ അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെ ഹീറ്റ് കാണാം. H = V
സ്ക്വയർ T/R കാണും. അപ്പോൾ ഇവിടെ 230 5 മിനിറ്റ് അല്ലേ 300 ആവും, സെക്കൻഡ് ആക്കും. 5 × 60/6 115 കാണാം. രണ്ടാമത്തെ വീണ്ടും കൊടുക്കാം. 230 × 230 × 300 46. രണ്ടിൻ്റെ ഹീറ്റ് കാണും, രണ്ടിനെയും ഹീറ്റ് കാണും. അപ്പോൾ നമുക്കിവിടെ ഇവിടെ 2 ആക്കാം. അപ്പോൾ 2 × 230 × 300. അപ്പോൾ 1,38,000 ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 230/45 കിട്ടും. 5 × 230 × 300 ചെയ്യാം. 3,40,000 കിട്ടും. ഇവിടെ ജൂളാണ് കേട്ടോ ഇവിടുത്തെ ഹീറ്റ്. ഇതാണ് ഇവ തമ്മിലുള്ള ഹീറ്റിലുള്ള ഡിഫറൻസ്. വിച്ച് ഹീറ്റഡ് മോർ, ഏതിനെ കൂടുതൽ ഹീറ്റ് എന്നാണ്? രണ്ടാമത്തെയാണ്. ഈ 46 46 ഓമുള്ളതിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഡിവൈസ്. ഇത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? മോട്ടോർ പ്രിൻസിപ്പിളാണ്, മോട്ടോർ തത്വം. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ്, മോട്ടോർ പ്രിൻസിപ്പിളാണ് ഇതിന് യൂസ് ചെയ്യാം. നെയിം അനദർ ഡിവൈസ്. വേറെ ഡിവൈസ് DC മോട്ടർ എഴുതാം, ഫാൻ എഴുതാം, കറങ്ങുന്ന സംഭവങ്ങളൊക്കെ എഴുതാം, മിക്സി എഴുതാം. Eighteenth question. DC flows through a solenoid. What is the polarity at one end of the solenoid if the direction is clockwise? പ്രദക്ഷിണ ദിശ ആയി കഴിഞ്ഞാൽ അവിടെ സൗത്ത് പോളായിരിക്കും, ദക്ഷിണ ധ്രുവമായിരിക്കും. സജസ്റ്റ് വൺ മെത്തേഡ് ടു ചേഞ്ച്. അത് ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറ്റിയാൽ മതി, കറണ്ടിന് ദിശ മാറ്റിയാൽ മതി. ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്താൽ മതി, കറണ്ടിന് ദിശ മാറ്റിയാൽ മതി. റൈറ്റ് ഡൗൺ 2 methods to increase the magnetic strength of the solenoid. ക്യാരിങ് കറണ്ട്. സ്ട്രെങ്ത് കൂട്ടാൻ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്യുക. മാഗ്നറ്റ് അല്ല, ഇത് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, കറണ്ട് ഇൻക്രീസ് ആക്കുക, അതുപോലെ ഏരിയ കൂട്ടുക, അതിനുള്ള സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയ കൂട്ടുക. 3 കാര്യങ്ങൾ. 2 ഏതെങ്കിലും എഴുതാം. അപ്പോൾ എഴുതാൻ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ഇൻക്രീസ് കറണ്ട് വർദ്ധിപ്പിക്കുക. 19th 2 ampere current is drawn by a heating coil when 230 volt potential difference is applied. Which material is commonly used to make a heating coil? Nichrome ആണ് യൂസ് ചെയ്യുന്നത്. Nichrome. What is the quantity of charge flows through the coil? 5 minutes. Quantity കണ്ടുപിടിക്കാൻ Q is equal to I into T ആണ്. I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ തന്നിട്ടുണ്ട്, ഇൻറ്റു 5 minutes 300 2 × 300 600 കൂളോമാണ് ഇതിൻ്റെ ആൻസർ. 600 കൂളോം. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ? കോയിലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പറഞ്ഞാൽ ട്രയാങ്കിൾ വരയ്ക്കുക. 230 വോൾട്ട് ഉണ്ട്, കറണ്ട് 2 ആംപിയർ ഉണ്ട്. അപ്പോൾ 115 ഓമാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വരാം. ഓക്കെ അല്ലേ? കാരണം ക്യൂവിൻ്റെ ഇക്വേഷൻ ഉണ്ട് I × T. പിന്നെ ഇവിടെ ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് 230 വോൾട്ടേജ് കറണ്ട് നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് കറണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. Next question. ഇവിടെ ഒബ്സർവ് ദ സ്കീമാറ്റിക് ഡയഗ്രം ഓഫ് AC ജനറേറ്റർ. നെയിം ദ പാർട്സ് ഓഫ് P and Q. P ആർമേച്ചറാണ്,
ക്യൂ എന്നുള്ള ബ്രഷാണ്. ബേസ്ഡ് ഓൺ വിച്ച് റൂൾ, ഏത് റൂളാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം അതെന്താന്ന് പറയാം. വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ചാലകത്തിൽ EMF ഉണ്ടാവും. ഓക്കെ, എത്രയും ക്വസ്റ്റ്യനാണോ ഉള്ളത്? 20 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റഡ് ആണ്. എല്ലാവർക്കും എക്സാം എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.